കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോന എന്ന പെൺകുട്ടിയുടെ മുഖം ഏറെ വേദനയോടെ ഇന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. ഒരു പ്രണയത്തിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് എത്രത്തോളം പ്രണയച്ചതിയുടെ ആഴങ്ങളിലേക്ക് ആ കുട്ടി പോയി കാണും. തന്നെ ചതിയിൽപ്പെടുത്തി ഉപദ്രവിച്ചവൻ ഈ നാട്ടിൽ സുഖമായി ജീവിക്കും എന്നറിഞ്ഞിട്ടുകൂടി ഒരിക്കലും തിരിച്ചു വരാത്ത മരണത്തിൻ്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് ആ മകൾ പോകാൻ തീരുമാനിച്ചത് എത്ര ഹൃദയവേദനയോടെ ആയിരിക്കും. ഒരു ഇസ്ലാം മതസ്ഥനെ പ്രണയിച്ചതിൻ്റെ പേരിൽ നഷ്ടമായത് അവൾക്ക് മാത്രമാണ്, പിന്നെ അവളുടെ കുടുംബത്തിനും മാത്രം. വേദനിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരുമെല്ലാം കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രം. അവസാനം നഷ്ടത്തിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നത് ആ കുടുംബം മാത്രം. എന്തേ നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാത്തെ? എത്രയെത്ര കേരള സ്റ്റോറികൾ കാണണം നമ്മുടെ കുട്ടികൾ ഈ ചതിയെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാൻ. ഇത്രമാത്രം സംഭവങ്ങൾ ഇവരുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടും എന്തേ ഇവിടുത്തെ പെൺകുട്ടികൾ ഈ വൃത്തികെട്ട ചതിക്കുഴിയെക്കുറിച്ച് ബോധമില്ലാതെ ഇരിക്കുന്നത്? ഇനിയും എന്തുദാഹരണമാണ് ഈ പെൺകുട്ടികൾക്ക് നൽകേണ്ടത്? ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടു നടക്കാവുന്ന ഈ സമുദായത്തിൽ നിന്നും ഒരുത്തൻ വന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ഈ പെൺകുട്ടികൾ എന്തേ ഇറങ്ങിപ്പോകുന്നു? വ്യഭിചാരത്തിന് ലോഡ്ജ് മുറിയിൽ നിന്നും റമീസിനെ പിടിച്ചിട്ട് പോലും ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ എന്ത് കുടുക്കാണ് സോനയുടെ മേൽ അവർ ഇട്ടുവെച്ചത്? ചോദ്യങ്ങൾ നിരവധിയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ചതിക്കുഴികളിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ രക്ഷിച്ച അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിൻ്റെ FB പോസ്റ്റ് കാണുന്നത്. ഒന്നാമതായി എനിക്കെൻ്റെ പെൺകുട്ടികളോടാണ് ചോദിക്കാനുള്ളത്. മക്കളെ, എന്തേ നിങ്ങൾ ഇങ്ങനെ? ഏതാനും നാളുകൾക്ക് മുമ്പ് പാലക്കാട് സ്വദേശിനി ധന്യ ആത്മഹത്യ ചെയ്തു. ചതിയിൽപ്പെടുത്തിയ കാമുകൻ ഷക്കീർ ഇവിടെ തന്നെയുണ്ട്. കോട്ടയംകാരി രേഷ്മ ആത്മഹത്യ ചെയ്തു. കാമുകൻ അയൂബ് ഇവിടെ തന്നെയുണ്ട്. കുന്നംകുളക്കാരി സജിത്ര ആത്മഹത്യ ചെയ്തു. വഞ്ചിച്ച കാമുകൻ ജസീർ ഇവിടെ തന്നെയുണ്ട്. കണ്ണൂരുകാരി ടിനു ആത്മഹത്യ ചെയ്തു. അവളെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ കാമുകൻ അക്സാം ഇവിടെ തന്നെയുണ്ട്. കഴക്കൂട്ടംകാരി രേഷ്മ ആത്മഹത്യ ചെയ്തു. മരണത്തിന് കാരണക്കാരനായ കാമുകൻ നൌഷാദ് ഇവിടെ തന്നെയുണ്ട്. ഇതാ ഇപ്പോൾ സോന പോയി. അവളുടെ റമീസ് ഇവിടെ തന്നെയുണ്ട്. പൊന്നുമക്കളെ, ഇനിയും വേണോ ഉദാഹരണങ്ങൾ? ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾ എന്താണ് പഠിക്കാത്തത്? ഇത്തരം മതവെറിയന്മാരുടെ കൈകളിൽ നിങ്ങൾ എന്തിനാണ് ചെന്നുപെടുന്നത്? മതം പൊട്ടിയ ആനയുടെ മുമ്പിലോ, വിഷമുള്ള പാമ്പിൻ്റെ മുമ്പിലോ, പേ പിടിച്ച പട്ടിയുടെ മുമ്പിലോ, ബോധമില്ലാത്ത കാട്ടു പന്നിയുടെ മുമ്പിലോ നിങ്ങൾ പോയി നിൽക്കുമോ? ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ മുമ്പിൽ നിന്നും നിങ്ങൾ ഓടി രക്ഷപ്പെടണം.